സർക്കിൾ മെഷേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്നൊരു പുതിയ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, ആംഗിൾ ആൻഡ് ഏരിയ. ആദ്യം പഠിക്കാൻ പോകുന്നത് സെക്ടർ അഥവാ വൃത്താംശം എന്താണെന്നാണ്. ഈ വൃത്തത്തിൻ്റെ പെരിമീറ്ററിൻ്റെ അല്ലെങ്കിൽ ചുറ്റളവിൻ്റെ ഒരു ഭാഗമാണ് ആർക്കെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഞാനിവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുകയാണ്. അതായത് വൃത്തത്തിൻ്റെ ഒരു ഭാഗമല്ലേ ആർക്ക്, ഒരു ആർക്ക് ഞാൻ മാർക്ക് ചെയ്തു AB. വൃത്തത്തിൻ്റെ സെൻറ്റർ O. ഈ ചാപം അല്ലേ, ചുറ്റളവിൻ്റെ ഒരു ഭാഗമാണ് ചാപം AB, അല്ലെങ്കിൽ ഈ പെരിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ആർക്ക് AB. ഈ ആർക്കിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? എയും ബിയും. ഞാൻ A കേന്ദ്രവുമായി യോജിപ്പിക്കുന്നു. OA എന്താണ്? ആരം. ഇനി B കേന്ദ്രവുമായി യോജിപ്പിക്കുന്നു. OBയും എന്താണ്? ആരം. അപ്പോൾ ഈ ആർക്കിൻ്റെ മലയാളമാണ് ചാപം. ഈ ആർക്കിനും ആരങ്ങൾക്കും ഇടയിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗം, ഇതിന് പറയുന്ന പേരാണ് സെക്ടർ അഥവാ വൃത്താംശം. ഇതൊരു സെക്ടർ ആണ്. അപ്പോൾ പിന്നെ ഇതെന്തായിരിക്കും? സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ആർക്ക്. അതേപോലെ ഏരിയ, സർക്കിളിൻ്റെ ഏരിയയുടെ ഒരു ഭാഗമാണ് എന്ത്? സെക്ടർ. സെക്ടർ അഥവാ വൃത്താംശം. അപ്പോൾ സെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് R ആണ്, സെൻട്രൽ ആംഗിൾ X ആണ്. പെരിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ആർക്കെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പം ആർക്ക് ലെങ്ത് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ Xഉം റേഡിയസ് R ആണ് അല്ലേ. അപ്പം പെരിമീറ്ററിൻ്റെ ഒരു ഭാഗമാണ് ആർക്ക് ലെങ്ത്. അപ്പം എന്തായിരുന്നു ഈ AB എന്ന് പറയുന്ന ആർക്കിൻ്റെ ലെങ്ത്? 2πr ഇൻറ്റു ഈ സെൻട്രൽ ആംഗിൾ X ബൈ ആകെ കോൺ എത്രയാണ്? 360 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഈ വൃത്തത്തിൻ്റെ ഏരിയ മുഴുവൻ ആയിട്ടുള്ള ഏരിയയുടെ ഒരു ഭാഗമല്ലേ ഈ സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഇതേപോലെ എങ്ങനെ വരും? വൃത്തത്തിൻ്റെ ഏരിയ എങ്ങനെയാണ്? πr². അതിൻ്റെ ഒരു ഭാഗമല്ലേ ഈ സെക്ടറിൻ്റെ ഏരിയ. അപ്പം πr² ഇൻറ്റു ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? X ബൈ ആകെ കോൺ എത്രയാണ്? 360. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ എന്ത് വരും? πr² ഇൻറ്റു X ബൈ 360. R എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ. X എന്താണ്? സെൻട്രൽ ആംഗിൾ ഓഫ് സെക്ടർ. അപ്പം നമുക്കതെങ്ങനെ പറയാം? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R, സെൻട്രൽ ആംഗിൾ X ഡിഗ്രി, ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു πr² ഇൻറ്റു X ബൈ 360. ഇനി നമുക്ക് പേജ് 151 പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്? വാട്ട് ഈസ് ദി ഏരിയ ഓഫ് സെക്ടർ ഓഫ് സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്, സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഞാനൊരു സർക്കിൾ വരച്ചു. സർക്കിളിൽ ഒരു ആർക്ക് അടയാളപ്പെടുത്തുകയാണ്. AB, സെൻറ്റർ Oയും ആർക്കിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കൾ ബിയുമായിട്ട് യോജിപ്പിച്ചു. Oയും Aയുമായിട്ട് യോജിപ്പിച്ചു. OAയും OBയും റേഡിയസ് ആണ്. ഇവിടെ റേഡിയസ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ സെക്ടറിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്യുന്നതാണ് സെക്ടർ. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ് തന്നെ? ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R, റേഡിയസ് Rഉം
സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയുമുള്ള ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ഇൻറ്റു x/360 ആണെന്ന്. അപ്പോൾ ഇവിടെ റേഡിയസ് 3യും സെൻട്രൽ ആംഗിൾ 120യുമാണ്. അപ്പോൾ എന്തായിരിക്കും ഏരിയ ഓഫ് സെക്ടർ? റേഡിയസ് 6ഉം സെൻട്രൽ ആംഗിൾ എക്സുമാണെങ്കിൽ ഏരിയ πr² ഇൻറ്റു x/360 ആണ്. ഇവിടെ റേഡിയസ് എത്രയാണ്? 6ന് പകരം 3 അപ്പോൾ π ഇൻറ്റു 3² ഇൻറ്റു സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120. എക്സിന് പകരം 120 ആണ്. 120/360. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഓരോ 0 വെട്ടിപ്പോവും. 12നെയും 36നെയും നമുക്ക് 12 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ 3 വെച്ച് ചെയ്യാം, 2 വെച്ച് ചെയ്യാം. 12 വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഒരു പ്രാവശ്യം. 12ൽ 12 ഒരു പ്രാവശ്യം. 36ൽ 12 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. നോക്കിക്കേ, 12 ഇൻറ്റു 3 23 6, ഒരു 3 3. അപ്പം 36ൽ 12 3 പ്രാവശ്യമാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യുന്നത് ഒരേ സംഖ്യ കൊണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 2 വെച്ച് ഇവിടെ ചെയ്യാം, 3 വെച്ചും ഒക്കെ ഇവിടെ ചെയ്യാം. പക്ഷേ നമ്മൾ 12 വെച്ച് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ഫോം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 12 വെച്ച് ചെയ്തത്. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 3² എന്നാണ്. 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 3, പിന്നെ ഇൻറ്റു 1 ആണ് അല്ലേ? ബൈ താഴെ ഒരു 3 ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു 3യും വെട്ടിപ്പോയില്ലേ? ബാക്കി അപ്പോൾ എന്തുണ്ട്? 3 π ഇൻറ്റു 3 3π. 3π ഇൻറ്റു 1 3π. ഇത് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ² അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് വരും? 3π cm². പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു അല്ലേ? വേറെ ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ ആണെന്ന്. ഇതേപോലെ തന്നെ ഞാനിവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. AB. സെൻറ്റർ O ആണ്. OAയും OBയും യോജിപ്പിക്കുന്നു. OAയും OBയും സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ AB എന്ന് പറയുന്ന ആർക്കിനും റേഡിയസിനും ഇടയ്ക്കുള്ള ഈ ഭാഗമാണ് സെക്ടർ എന്നറിയാമല്ലോ നമുക്ക്. ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ദി സെക്ടർ എന്താണ്? ഏരിയ ഓഫ് സെക്ടർ, റേഡിയസ് ഇവിടെ എത്രയാണ്? ഏരിയ ഓഫ് സെക്ടർ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. π ഇൻറ്റു 6² ഇൻറ്റു πr² ഇൻറ്റു x/360 അല്ലേ? 120/360. R റേഡിയസും എക്സ് സെൻട്രൽ ആംഗിളുമുള്ള ഒരു സെക്ടറിൻ്റെ ഏരിയ πr² ഇൻറ്റു x/360 ആണ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു കഴിഞ്ഞു. ഇവിടെ റേഡിയസ് എത്രയാണ്? 6ഉം സെൻട്രൽ ആംഗിൾ 120 ആണ്. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 6² എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു 6 ഇൻറ്റു 120/360. നേരത്തെ ചെയ്ത പോലെ തന്നെ 0 വെട്ടിപ്പോയി. 12നെ 12 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. 12 ഒരു പ്രാവശ്യം, 36ൽ 3 പ്രാവശ്യം. പിന്നെ 6നെയും 3നെയും ഡിവൈഡ് ചെയ്യാമല്ലോ. 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം. ബാക്കി ഇവിടെ എന്ത് വരും? π ഇൻറ്റു 2 ഇൻറ്റു 6 ഇൻറ്റു 1/1 അല്ലേ വരുന്നത്. അപ്പോൾ അത് എഴുതണമെന്നില്ല. അപ്പോൾ എന്ത് വരും? π ഇൻറ്റു 2 2π. 2π ഇൻറ്റു 6 12π. 12π ഇൻറ്റു 1 12π. ഏരിയ ആയതുകൊണ്ട് cm². ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ഗ്രീൻ കളേർഡ് പാർട്ട് ഓഫ് ദിസ് പിക്ചർ. ഇവിടെ പച്ച കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയ സർക്കിളുമുണ്ട്, വലിയ സർക്കിളുമുണ്ട് അല്ലേ? ഇവിടെ ഒരു
വലിയ ലാർജ് സെക്ടറും ഉണ്ട് അല്ലേ. വലിയ സർക്കിളിൻ്റെ സെക്ടറാണ് ലാർജ് സെക്ടർ, ചെറിയ സെക്ടറില്ലേ അതാണ് സ്മോൾ സെക്ടർ. രണ്ട് സെക്ടറിൻ്റെയും സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. പിന്നെ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് നോക്കിക്കേ, എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ. വലിയ സർക്കിളിൻ്റെ റേഡിയസോ 3 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പച്ച കളറിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ. ആദ്യം നമുക്ക് ലാർജ് സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് സെൻറ്ററാണ്. രണ്ട് സർക്കിളിനും സെൻറ്റർ സെയിം ആണല്ലോ. സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ലാർജ് സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഭാഗത്തിൻ്റെ, ഈ രണ്ട് സർക്കിളിനും ഇടയ്ക്കുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയ ആണ്. അപ്പം ഞാൻ ആദ്യം ലാർജ് സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവുകയാണ്. റേഡിയസും അറിയാം, സെൻട്രൽ ആംഗിളും അറിയാം. അപ്പോൾ ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തതാണ് ലാർജ് സെക്ടർ. അപ്പോൾ ഏരിയ ഓഫ് ലാർജ് സെക്ടർ എന്ത് വരും? റേഡിയസ് 6ഉം സെൻട്രൽ ആംഗിൾ എക്സും ആയ ഒരു സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. πr² ഇൻറ്റു x/360 ആണ്. ഇവിടെ റേഡിയസ് എത്രയാണ്? 3. π ഇൻറ്റു 3² ഇൻറ്റു സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ആണ്. അപ്പം 120/360. 3² നമുക്ക് എങ്ങനെ എഴുതാം? π ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 120/360. ഇവിടെ 0യും 0യും വെട്ടിപ്പോയി. 12 തൊട്ട് മുമ്പേ ചെയ്തതുപോലെ 12 ഒരു പ്രാവശ്യം, 36 3 പ്രാവശ്യം, ഈ 3 വെട്ടിപ്പോയി. അപ്പോൾ ലാർജ് സെക്ടറിൻ്റെ ഏരിയ എന്ത് വരും? π ഇൻറ്റു 3 ഇൻറ്റു 1. π ഇൻറ്റു 3 3π. 3π ഇൻറ്റു 1 3π തന്നെ. അടിയിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ 3π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ലാർജ് സെക്ടർ. ഇനി നമുക്ക് ഈ സ്മോൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്മോൾ സർക്കിളിൻ്റെ ആർക്ക് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം മാത്രമല്ലേ വരത്തുള്ളൂ അല്ലേ. ഈ ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്ത് വരും? ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. അതും എന്താണ് കണ്ടുപിടിക്കേണ്ട ഫോർമുല? πr² ഇൻറ്റു x/360 ആണെന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ റേഡിയസ് എത്രയാണ്? π ഇൻറ്റു 2² ഇൻറ്റു x 120 തന്നെ അല്ലേ /360. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? π ഇൻറ്റു 2² ഇൻറ്റു 2² എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 120/360. ഇപ്പോൾ 120 സെൻട്രൽ ആംഗിൾ വരുന്ന കുറേ കണക്ക് ചെയ്തു അല്ലേ. അപ്പോൾ 0 0 12 12 ഒരു പ്രാവശ്യം, 36 3 പ്രാവശ്യം. ഇനി 3നെയും 2നെയൊക്കെ ഒരേ സംഖ്യ ഉപയോഗിച്ച് നമുക്ക് വെട്ടാൻ പറ്റുകയല്ലോ. അപ്പോൾ ഇത് ഗുണിച്ചെഴുതാനേ പറ്റത്തുള്ളൂ. π ഇൻറ്റു 2 2π, 2π ഇൻറ്റു 2 4π, 4π ഇൻറ്റു 1 4π/3. നമുക്ക് ഈ ഞാനിപ്പോൾ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ലാർജ് സെക്ടറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ഭാഗത്തിൻ്റെ ഏരിയയിൽ നിന്ന് പിന്നെ സ്മോൾ സെക്ടറിൻ്റെ ഏരിയ കുറച്ചാൽ നമുക്ക് ഈ രണ്ട് സർക്കിളിൻ്റെയും ഇടയിലുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഗ്രീൻ കളർ കൊണ്ടാണ് ടെക്സ്റ്റിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയാം? ഏരിയ ഓഫ് green colored part equal to area of large sector minus area of small sector. ഏരിയ ഓഫ് ലാർജ് സെക്ടർ നമുക്ക് 3π കിട്ടി, മൈനസ് സ്മോൾ സെക്ടർ എന്ത് കിട്ടി? 4π/3. ഒന്ന് ഫ്രാക്ഷൻ ഭിന്നസംഖ്യയാണ്, മറ്റേത് ഭിന്നസംഖ്യ അല്ല. അപ്പം നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. 3π/1.
അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ മൈനസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3π × 3 മൈനസ് 1 × 4π 1 × 4π ബൈ 1 × 3 എന്ത് വരും? 3π × 3 9π മൈനസ് 1 × 4π 4π ബൈ 3. 9 പൈയിൽ നിന്ന് 4 പൈ കുറച്ചാൽ എത്രയാ? 5π 5π ബൈ 3. ഇത് ഏരിയ അല്ലേ? അപ്പോൾ എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ.